ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നില്ലേ? ഇവിടെ അൽഹംദുലില്ലാ സുഖമായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ എവിടുക്കാ പോകണമെന്നല്ലേ? നമ്മളിന്ന് മാക്സിൽ പോവാണ് കേട്ടോ. കുറച്ച് പർച്ചേസിങ് ഉണ്ടായിരുന്നു. ഞാനും മുഷറഫാക്കിയും പിന്നെ ആളുടെ ഫ്രണ്ടും അവരുടെ വൈഫും കൂടെ കേട്ടോ നമ്മൾ പോകുന്നത്. മെട്രോ വഴിയാണ് നമ്മൾ ഇന്ന് മാക്സിൽ പോണത്. ഞാൻ മെട്രോയിൽ അധികമൊന്നും വന്നിട്ടില്ല. കഴിഞ്ഞ തവണ ഇവിടെ നാട്ടിലല്ല ദുബായിൽ വന്ന സമയത്ത് അന്നൊരു തവണ വെറുതെ മെട്രോ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം വന്നൊരു ഓർമ്മ എനിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രൊസീജിയറിൻ്റെ ഒരു ABCD പോലും എനിക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ. ഈ കാർഡ് ഉപയോഗിച്ചാണ് നമ്മൾ മെട്രോയിൽ കയറാൻ പോകുന്നത്. നോൽ കാർഡ് എന്നാട്ടോ അതിന്റെ പേര്. നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു മെട്രോന്റെ സ്റ്റാച്യു, നല്ല രസമുണ്ട് അല്ലേ? ഞാനിവിടെ വന്നതിന് ശേഷം ഫസ്റ്റ് ആണ് ഇപ്പൊ നോൽ കാർഡ് എടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരും കൂടെ റീചാർജ് ചെയ്യാൻ വേണ്ടി കയ്യിലുള്ള നോൾ കാർഡ് റീചാർജ് ചെയ്യാൻ അവർ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരെ വെയിറ്റ് ചെയ്യായിരുന്നു. ഫൈനലി നമ്മൾ മെട്രോയിൽ കയറിയിട്ടുണ്ട്. ഇന്നിപ്പോ തിരക്കൊക്കെ കുറവാണ് തോന്നുന്നുണ്ട്. നമ്മൾ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്ന പോലെ തന്നെയാണ് കേട്ടോ ആദ്യമായിട്ട് മെട്രോയിൽ കയറുമ്പോഴും. ട്രെയിൻ മാത്രം യൂസ് ചെയ്ത് ശീലിച്ചവർക്ക് മെട്രോയിൽ എന്ന് പറയുമ്പോൾ ഒരു കൈൻഡ് ഓഫ് ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പൊ കുറച്ചു നേരം എന്റെ കൂടെ നിങ്ങളും കൂടി ഈ വ്യൂ ഒന്ന് ആസ്വദിച്ചോളൂ കേട്ടോ. എന്താണ് എയർപോർട്ട് ഉണ്ടല്ലേ? പക്ഷെ നമുക്ക് ശ്രദ്ധിക്കൂലല്ലോ. എന്ത് الإمارات العربية المتحدة باستضافة المحطة القادمة هي جيجيكو. The final destination of this train is UAE Exchange. The next station is Jijiko. അതെ, അപ്പൊ അതൊരു ചാർജ് ചെയ്യില്ല. ഇതൊക്കെ പാടയാ എത്ര ദൂരം കാണൂലോ. അങ്ങനെ നമ്മള് മാക്സിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോഴല്ലേ സംഭവം മനസ്സിലായത് എന്താന്നല്ലേ പറയാം. അതിന് മുന്നേ ചെറിയൊരു ഷോട്ട്. പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മളെ മെട്രോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു, അത്രേ ഉള്ളൂ. കുട്ടികളെ പോലെ ഇതൊക്കെ നോക്കിയിരിക്കാൻ നല്ല രസല്ലേ? Please do not obstruct the doors. ായിരുന്നു അടിപൊളിയല്ലേ? വിമാനം പോണ പോലെ ട്രെയിൻ പോണതെന്ന് നോക്കി നിൽക്കാൻ നല്ല രസമല്ലേ? ഇതുവേ നമുക്ക് പറ്റിയ അബദ്ധം എന്താണെന്നറിയോ? മാക്സ് എന്ന് പറഞ്ഞ ഈ സ്റ്റേഷനില് മാക്സ് എന്ന് പറഞ്ഞ ഷോപ്പേ ഇല്ല. സാധാരണ സ്റ്റേഷനുകളുടെ ഒക്കെ പേര് അവിടുത്തെ പ്ലേസിന്റെ യുണീക്കായിട്ട് ആ പ്ലേസിൽ എന്താണുള്ളത് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാവാറ്. ഈ ADCB എന്നുള്ള സ്റ്റേഷനിൽ ADCB ബാങ്ക് ഉണ്ടല്ലോ, അതുപോലെ മാക്സ് എന്നുള്ള സ്റ്റേഷനിൽ മാക്സ് എന്നുള്ള ഷോപ്പ് ഉണ്ടാവുമെന്ന് വിചാരിച്ചു. അങ്ങനെ തിരിച്ച് വണ്ടി കയറിയിട്ട് നമ്മൾ മാക്സിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ ഓരോന്ന് പഠിക്കണ്. എന്താ ശരിയല്ലേ? നോക്കിക്കേ, ഇതിന്റെ അടുത്ത് തന്നെ 1 to 20 ദിറംസിന്റെ ഉള്ളില് നമുക്ക് സാധനങ്ങൾ കിട്ടണ ഒരു ഷോപ്പും ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഷോപ്പുകളൊക്കെ നമ്മൾ നോക്കാതിരിക്കില്ലല്ലോ. ഇവിടെ നല്ല അത്യാവശ്യം കളക്ഷനും കൂട്ടത്തിൽ നമുക്ക് നല്ല അഫോർഡബിൾ ആയിട്ടും ഡ്രസ്സ് കിട്ടും എന്ന് പറഞ്ഞിട്ടാട്ടോ നമ്മൾ ഇത്രയും ദൂരം താണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത്. പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം തിരക്കടില്ലാത്ത കളക്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു.
എനിക്കും ഹസ്ബൻഡിനും കുട്ടിക്കും അവിടെ സെയിം കളർ ഡ്രസ്സ്, അതായത് ഒരു വൈറ്റ് ബേസിൽ വരുന്ന ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ പോയത്. കുട്ടിനെ എടുത്ത് നടന്ന് ഞാൻ കുഴങ്ങിയിട്ട് അവിടെ സ്ട്രോളറൊന്നും കണ്ടില്ല. അപ്പോൾ ആളെ ഞാൻ ഈ ചെറിയ ബാസ്ക്കറ്റിലിട്ടു കേട്ടോ. ആൾ കംഫർട്ടബിൾ ആണെന്ന് തോന്നിയപ്പോൾ, ആൾ എൻജോയ് ചെയ്യുന്നുണ്ടെന്നും കണ്ടപ്പോൾ ഞാൻ പിന്നെ അത് വേണ്ടാന്ന് വെച്ചില്ല. മുഹമ്മദ് ഇനിയിപ്പോൾ നമ്മൾ പ്ലാൻ ഇട്ടിരിക്കുന്നത് നേരെ ദുബായ് മോളിൽ പോവാം, പിന്നെ ബുർജ് ഖലീഫൊക്കെ ഒന്ന് കണ്ടിട്ട് പോരാമെന്നാണ് കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് മെട്രോ കയറിയിട്ട് ദുബായ് മാളിൽ പോവാണ്. ഞങ്ങൾ പോകുന്ന സമയത്ത് അത്യാവശ്യം റഷായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരു സെക്യൂരിറ്റി എന്നോട് വന്നിട്ട് വീഡിയോ എടുക്കുന്നത് ഈ ഒരു റഷിൽ സേഫ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ കുറച്ച് നേരത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ദുബായ് മാളിൽ കാണാൻ വരുമ്പോൾ ഓക്കെ, അവിടുത്തെ കാഴ്ചകളൊക്കെ നല്ല അടിപൊളിയാണ്. പക്ഷേ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള കുറേ ആൾക്കാർ അത് വിസിറ്റ് ചെയ്യാൻ വന്ന് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. പൊതുവേ ഇങ്ങനെ വേറെ രാജ്യത്തു നിന്ന് വേറെ കൾച്ചറായിട്ട് വരുന്ന ഒരുപാട് ആൾക്കാർ നമ്മളെ ചുറ്റിനും ഉണ്ടാവും. അപ്പോൾ നമുക്ക് അവരൊക്കെ കാണുമ്പോൾ, നമ്മൾ സ്ഥലം കാണുന്നതിലുപരി അവരൊക്കെ കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടിയും ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഫീലാവും. ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കുന്ന ആൾക്കാരെ കുറിച്ചിട്ടല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. അവർക്കാകുമ്പോൾ അതിനൊന്നും ഫീൽ ചെയ്യില്ല, കാരണം ആ സ്റ്റേജൊക്കെ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ആദ്യമായിട്ട് ഈ നാട്ടിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ആ ഒരു വ്യത്യാസം മനസ്സിലാവുള്ളൂ. ഈദിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഡെക്കറേഷൻസ് ഒക്കെ ഇവിടെ നടത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. അടുത്ത നമ്മൾ പോയത് അവിടെ ഉള്ളൊരു ആപ്പിളിന്റെ സെക്ഷനിലോട്ടാട്ടോ. അവിടുന്ന് നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് പിക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ദുബായ് മോള് അത്യാവശ്യം നടക്കാനുണ്ട്. നടന്ന് സീരിയസ്ലി ഞാൻ പറ്റ വയ്യാതായിട്ടുണ്ടായിരുന്നു. നമ്മൾ മെട്രോയിൽ ഇറങ്ങിയാൽ ദുബായ് മാളിൽ എത്തണമെങ്കിൽ ഒരുപാട് നടക്കേണ്ടി വരും. കൂടാതെ ദുബായ് മാൾ ആസ്വദിക്കണമെങ്കിൽ അതിൽ കൂടുതൽ അതിൻ്റെ ഉള്ളിൽ കൂടി നടക്കേണ്ടി വരും. അങ്ങനെ ചില സ്ഥലത്ത് കുറച്ചു നേരം ഇരുന്ന് റെസ്റ്റ് ഒക്കെ എടുത്തിട്ടോ നമ്മൾ തുടർ കാഴ്ചകളൊക്കെ അങ്ങനെ ഹാപ്പി ആയിട്ട് കണ്ടുകൊണ്ടിരുന്നുണ്ടായിരുന്നു. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ദി ഫേമസ് ബുർജ് ഖലീഫയുടെ കുറച്ച് ഷോ കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ വരുമ്പോൾ മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചെന്താണെന്ന് വെച്ചാൽ, ഇവിടുത്തെ ഷോപ്പുകളൊക്കെ, അതായത് എസ്പെഷ്യലി ഫുഡ് കഴിക്കുന്ന ഷോപ്പുകളൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഭയങ്കര അടിപൊളി ആംബിയൻസിൽ അവരത് സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും. എനിക്ക് ഏത് സൈഡിൽ നിന്ന് വീഡിയോ എടുക്കുമ്പോഴും ഇതിൻ്റെ ഒരു ഭംഗി കൃത്യമായിട്ട് നമ്മളെ ഫോണിൽ എനിക്ക് കിട്ടുന്നില്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ശരിക്കുള്ള ഭംഗി ആസ്വദിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും അതിൻ്റെ വീഡിയോ എടുത്തു വെച്ചിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഫോണിൽ കാണുന്നേക്കാളും എത്രയോ അടിപൊളിയായിട്ടോ ഇങ്ങനെ നേരിട്ട് ഈ ഒരു ഡെക്കറേഷൻസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇങ്ങനത്തെ കാഴ്ചകൾ മാത്രമല്ല കേട്ടോ, നമുക്ക് വാട്ടർഫാൾസ് കാണാൻ പറ്റും. അതായത് ദുബായ് മാളിൽ വാട്ടർഫാൾസിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്. ആൻഡ് അക്വേറിയം ഉണ്ട്. നമുക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് ഫിഷുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. മത്സ്യകന്യകയൊക്കെ ഇവിടെ ഉണ്ടെന്ന് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ടോ. ശരിക്കുള്ള മത്സ്യകന്യകയല്ലേ, എങ്കിൽ പോലും അങ്ങനെയൊക്കെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറയുന്നത് ഒരു അടിപൊളിയായിട്ടുള്ളൊരു കാര്യമല്ലേ. പക്ഷെ ഇതുവരെയായിട്ടും അങ്ങനെ ഒരു അവസരം ഇവിടെ കിട്ടിയിട്ടില്ല. ഇനി നമ്മൾ ബുർജ് ഖലീഫയുടെ കുറച്ച് കാഴ്ചകളാട്ടോ കാണാൻ പോകുന്നത്. ഇത് കണ്ടില്ലേ, ഇത് നമ്മൾ അവിടുന്ന് കണ്ട ഒരു ദിനോസറിന്റെ സ്റ്റാച്ചു ആട്ടോ. ദിനോസറിന്റെ ഒരു ഫോസിലാണ് ഇത്, ഒറിജിനലാണ്. ഇത് 2008 USA കണ്ടുപിടിച്ച ഇതൊരു 155 മില്യൺ വർഷം പഴക്കമുള്ള ഒരു ജുറാസിക് ആണ് കേട്ടോ. ഇത് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇത് അവർ USA കൂടുന്നതാണ്. ഡിപ്ലോഡക്കസ് ലോങ്ങസ് എന്നാണ് ഇതിൻ്റെ പ്രൊണൗൺസിയേഷൻ, അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പം അവിടുന്ന് നമ്മൾ USA ഇവിടെ ദുബായിക്ക് കൂടുന്ന ഒരു ഫോസിലാണിത്. അടുത്തതായിട്ട് ഇനി നമുക്ക് ബുർജ് ഖലീഫയുടെ ഷോ ആണ്.
കൊണ്ടുവെക്കണതല്ലേ ഉണ്ടാവും. ഇങ്ങനൊക്കെ ഒരു മൈൻഡ് വേണ്ടേ, സ്കില്ല്. വാട്ടറിന്റെ പവർ ലൈറ്റിംഗ് ഇതൊക്കെ പഠിപ്പാണ്. ലൈറ്റിംഗ് ഒക്കെ പുതിയ പോലെ അല്ലെങ്കിൽ ലൈറ്റിംഗ് ഏത് ബാങ്കിൽ വെക്കണം എന്നൊക്കെ ഉണ്ടാവും. റൗണ്ട് ആവുന്നത് നല്ല രസമുണ്ട്. ഇതില് ഫുള്ള് ഇട്ടിട്ട് കാര്യമില്ല, 2 മിനിറ്റായി. അവർക്ക് അവിടുന്ന് കാണാനേ ചെയ്യാം. അടുത്തുനിന്ന് കാണുമ്പോ വൈബല്ലേ. ഇടനെ എന്താ തെറിക്കുന്നത്. കടന്മാരോ എത്ര അടുത്തുനിന്ന് കണ്ടില്ല, അന്ന് കണ്ടാ ഭാഗത്തോടെ രസമുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ശരി, ടാറ്റാ.